ഒടുക്കത്തെ ടേസ്റ്റ്. കറക്റ്റ് നമ്മുടെ ബാംഗ്ലൂരിലെ ബിരിയാണി, കറക്റ്റ് ബാംഗ്ലൂർ ആമ്പൂർ ബിരിയാണി കറക്റ്റ് ആ ടേസ്റ്റ്. നല്ല രസവും നല്ല ടേസ്റ്റും. ഇത് എന്തായാലും ട്രൈ ചെയ്തോ, അത്ര ടേസ്റ്റ്. സത്യം പറഞ്ഞ ഭയങ്കര ടേസ്റ്റ്. ഇതാണ് ആമ്പൂർ ബിരിയാണി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതൊക്കെയാണ് നമ്മുടെ ആമ്പൂർ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ്. അത് ഞാൻ ഒന്നൊന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൗഡർ ഐറ്റംസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തൊന്നും. ഇതൊരു 4 സവോള, മീഡിയം 4 സവോള. ഇത് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ. ഇത് 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇതൊരു 15 വറ്റൽ മുളക് കുതിർത്ത് അരച്ചെടുത്തത്. ഇത് 1/4 കിലോ തക്കാളി അരിഞ്ഞത്, മല്ലിയില, പുതിനയില. 1/2 കിലോ ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. 3.5 ഗ്ലാസ് മീഡിയം ഒരു ചെറിയ ഗ്ലാസ്സിനുള്ള റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ആവശ്യത്തിനുള്ള കുറച്ച് നെയ്യ്, ഓവറായിട്ട് വേണ്ട. ഇത് ഒരു ലെമൺ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഗ്യാസ് കത്തിക്കാം. അതിലേക്ക് ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് ചൂടാകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 മീഡിയം സവോള, അതിൽ കൂടുതൽ എടുക്കരുത്. മധുരം വന്നു പോകും. അതുകൊണ്ടാണ്. കാര്യം നമ്മൾ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓവർ സവോള നമുക്ക് ആവശ്യമില്ല. പറഞ്ഞ പോലെ തന്നെയുള്ള സവോള എടുക്കാം. നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ശരിക്കും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഗ്രാമ്പൂ അങ്ങനത്തെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ആദ്യം സവോളയാണ് ചേർത്തത്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പട്ട, ഏലക്ക, ഗ്രാമ്പൂ. കാര്യം എണ്ണയിലേക്ക് നേരിട്ടിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുമുള്ള ഫ്ലേവർ കിട്ടത്തില്ല. ഒരു ഡ്രൈ, നല്ല റോസ്റ്റായിട്ടുള്ളൊരു സ്മെല്ലും ടേസ്റ്റും ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ സവോളയിലേക്ക് ഇത് ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു റെഡിഷ്, ലൈറ്റായിട്ടുള്ളൊരു റെഡിഷ് കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി, ഓവറായിട്ട് ബ്രൗണിഷ് ആവണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ എടുത്തു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡബിൾ പോർഷൻ യൂസ് ചെയ്താൽ മതിയാവും. അത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇത് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളി, 1/4 കിലോ തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും തന്നെ, ഈ ഇഞ്ചി ആയിക്കോട്ടെ ഒണിയൻ ആയിക്കോട്ടെ, ഓവറായിട്ട് മുരിയരുതൊന്നും. അത് കറക്റ്റ് ഒരു മീഡിയം ഒരു ലെവലിൽ മാത്രമേ വഴറ്റിയെടുക്കാവുള്ളൂ. ഇത് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അയ്യോ സോറി എനിക്കൊരു അബദ്ധം പറ്റി. കാരണം
ക്യാമറ ഇടയ്ക്ക് ഓഫായിപ്പോയി, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ 2-3 ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്ത് പോയി. ഞാൻ വിചാരിച്ച് ക്യാമറ ഓണാണ്. അപ്പോൾ സോറി, ഞാനത് എന്താണെന്ന് പറഞ്ഞു തരാം. കാര്യം അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് ചേർത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിലേക്ക് ഞാൻ അതിന് ശേഷം ഞാൻ എടുത്തു വെച്ച മുളക് 15 മുളക് കുതിർത്ത് അരച്ചെടുത്തത് ഞാൻ ചേർത്തു. അതിനുശേഷം ഞാൻ ചിക്കൻ ചേർത്തു, മല്ലിയില പുതിനയില ചേർത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക്. ആ വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോറി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്തു വെച്ച 1/4 കപ്പ് തൈര് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഇനി കറിക്ക് ആവശ്യമുള്ള റൈസിന് ആവശ്യമുള്ള ഉപ്പ് ശകലം ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഉപ്പൊക്കെ എല്ലാവർക്കും എത്തണം. നല്ലോണം എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ലെമണിൻ്റെ 1/2 പോർഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഉപയോഗിക്കാം. വെള്ളം ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി വെള്ളവും കൂടെ ചേർക്കാം. കാര്യം നമുക്ക് റൈസും കൂടെ വേവണം. അതിനാവശ്യമുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ മൊത്തം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇറച്ചിയുടെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അളവോ അങ്ങനെ ഒന്നും നോക്കണ്ട. ഇറച്ചിയുടെ മുകളിൽ വെള്ളം നിൽക്കണം, അത്രേ ഉള്ളൂ. ഇത് നമുക്കിനി അടച്ചു വയ്ക്കാം. ഇത് കറക്റ്റ് ഒരു 10 മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. തൊട്ടിപ്പുറത്ത് അരി ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയാണ്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് കൂടുതൽ അരി ഇതിലിടരുത്. അത് വേവാതിരിക്കുമോ അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊരു വടിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ അരി ഏകദേശം നല്ല രീതിക്ക് തിളച്ചിട്ടുണ്ട്. 2 മിനിറ്റായി. ഞാനിത് ഒരു അരിപ്പയിലോട്ട് അരിച്ചു വെച്ചിട്ടുണ്ട്. ചിക്കൻ തിളച്ചു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വടിച്ചു വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, കറക്റ്റ് അരിയും ചിക്കനും കൂടെ ഒരുപോലെ ലെവലിലാണ് വെള്ളം കിടക്കുന്നത്. ഇതിൽ കൂടുതൽ വെള്ളം കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. അതാണ് കറക്റ്റ് അതിൻ്റെ അളവ്. ഇപ്പം ഞാൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് അരി മൊത്തം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, ചിക്കനും റൈസും കൂടെ ഒരുപോലെ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കാണുമ്പോൾ ചിലപ്പം വെള്ളം കുറവായിട്ടൊക്കെ തോന്നും, പക്ഷേ കറക്റ്റ് അളവാണ്. ഇത്രയും തന്നെ യൂസ് ചെയ്യാവുള്ളൂ. ഇത് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാനൊരു 30 മിനിറ്റ്സ് അതിൽ കൂടുതൽ വെക്കണ്ട. ഇത് ഗ്യാസ് സിമ്മിലാക്കിയിട്ടുണ്ട്. സിമ്മിലാക്കി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നമ്മൾ ദം ചെയ്യാൻ അടച്ചു വെച്ചു. ബിരിയാണി റെഡിയായി. നല്ല ചൂട്. ഒടുക്കത്തെ ടേസ്റ്റ്. കറക്റ്റ് നമ്മുടെ ബാംഗ്ലൂരില് ബിരിയാണി, കറക്റ്റ് ബാംഗ്ലൂർ ആമ്പൂർ ബിരിയാണി കറക്റ്റ് ആ ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ഇത് എന്തായാലും ട്രൈ ചെയ്തോ, അപ്പ ടേസ്റ്റ്. സത്യം പറഞ്ഞ ഭയങ്കര ടേസ്റ്റ്. കണ്ടില്ലേ, അച്ഛനും ഇഷ്ടപ്പെട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് എൻ്റെ ആമ്പൂർ ബിരിയാണി. ഇത് ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോൾ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഫസ്റ്റ് ട്രൈ ആണ്. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം.
ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റേ ബെല്ലൈക്കൺ കൂടെ അടിച്ച് കൂട്ടി. ഓ ശരിയാ. അപ്പൊ അതും കൂടെ അടിച്ചു പൊട്ടിച്ചേക്ക് കേട്ടോ.